ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക്. എൻ്റെ പേര് ഫാത്തിമ ഷമീർ. നമ്മുടെ ആദ്യത്തെ 2 എപ്പിസോഡുകളിൽ കേക്ക് ഉണ്ടാക്കുന്നതിനാവശ്യമായിട്ടുള്ള ടൂൾസും പിന്നെ എല്ലാ കേക്കുകൾക്കും ബേസായിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു വാനില സ്പഞ്ച് കേക്കിൻ്റെ റെസിപ്പിയുമാണ് നമ്മൾ പരിചയപ്പെട്ടത്. അപ്പോൾ ആ 2 വീഡിയോസും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, നിങ്ങൾക്കത് ഹെൽപ്ഫുള്ളായി എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ കേക്ക് ഉണ്ടാക്കുന്നതിനാവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് പരിചയപ്പെടുന്നത്. അത് ബേസിക് ഇൻഗ്രീഡിയൻസും ഉണ്ട്, ഡെക്കറേറ്റീവ് ഇൻഗ്രീഡിയൻസും ഉണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം നമുക്ക് ബേസിക് ഇൻഗ്രീഡിയൻസ് പരിചയപ്പെടാം. നമ്മൾ ഏത് കേക്ക് എടുത്താലും അതിൻ്റെ മെയിനായിട്ടുള്ളൊരു ഭാഗം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അതിൻ്റെ സ്പോഞ്ച് തന്നെ ആയിരിക്കും. ആ സ്പോഞ്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മൈദ യൂസ് ചെയ്യുന്നത്. കേക്ക് ഉണ്ടാക്കുന്നതിന് വേണ്ടി മൈദ വാങ്ങുമ്പോൾ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതിൽ മെയിനായിട്ടുള്ള ഒന്നാണ് നമ്മൾ സാധനങ്ങൾ വാങ്ങുന്ന ഷോപ്പ്. സെലക്റ്റീവ് ആയിട്ടുള്ള ഷോപ്പിൽ മാത്രം നമ്മൾ പോകാനായിട്ട് ശ്രദ്ധിക്കുക. നല്ലോണം ആൾക്കാർ വന്നു പോകുന്ന നല്ല റഷ് ആയിട്ടുള്ള ഷോപ്പിൽ പോയിട്ട് മാത്രം നമ്മുടെ കേക്കിന് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് വാങ്ങാനായിട്ട് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. കാരണം ചിലവില്ലാത്തൊരു കടയിൽ പോയിട്ട് മൈദയൊക്കെ വാങ്ങിയിട്ടുണ്ടെങ്കിൽ അത് ചിലപ്പോൾ കുറേ നാൾ മുമ്പേ ഉള്ളതായിരിക്കും. അപ്പോൾ പൂപ്പലൊക്കെ പിടിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമുക്കതിൻ്റെ ഉള്ളിൽ അറിയാനായിട്ട് പറ്റില്ല പഴകിയ സാധനമാണോ അല്ലേ എന്നുള്ളത്. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ കേക്ക് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ കേക്ക് ഫ്ലോപ്പ് ആവാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ മൈദ എന്ന് മാത്രമല്ല, കേക്കിന് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം തന്നെ നല്ല ബ്രാൻഡ് നോക്കി വാങ്ങുക. ഇപ്പോൾ ഞാൻ ഈ വാങ്ങിയിട്ടുള്ള എലൈറ്റൊക്കെ നല്ല ബ്രാൻഡാണ്, ഞാനെപ്പോഴും യൂസ് ചെയ്യുന്ന ബ്രാൻഡാണ്. അതുപോലത്തെ ബ്രാൻഡൊക്കെ യൂസ് ചെയ്യാം. നമ്മൾ ഈ മൈദ മെഷർ ചെയ്യുന്ന ടൈമിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ഈ മെഷറിംഗ് കപ്പ് നേരെ കൊണ്ടുപോയി മൈദ പാത്രത്തിലോട്ട് മുക്കി ഒരുപാട് കുമിച്ചങ്ങോട്ട് മൈദ ഒരിക്കലും എടുക്കരുത്. അതിന് പകരം നമ്മുടെ ഈ കപ്പിലോട്ട് ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ട് മൈദ നിറച്ച് കൊടുക്കുക. എന്നിട്ട് ഇതേപോലെ എന്തെങ്കിലും സ്പാച്ചിലയോ മറ്റോ യൂസ് ചെയ്തിട്ട് ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നല്ല കറക്റ്റായിട്ട് നമുക്ക് മൈദ മെഷർ ചെയ്യാനായിട്ട് പറ്റും. സ്പോഞ്ച് കേക്ക് ഉണ്ടാക്കുന്നതിന് ആവശ്യമായിട്ടുള്ള മറ്റൊരു മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് ബേക്കിംഗ് പൗഡർ. ബേക്കിംഗ് പൗഡറിൽ ബേക്കിംഗ് സോഡ, ക്രീം ഓഫ് ടാർട്ടർ, പിന്നെ കോൺഫ്ലോർ എന്നിവയാണ് അടങ്ങിയിട്ടുള്ളത്. പക്ഷേ ബേക്കിംഗ് സോഡയ്ക്ക് പകരം നമുക്കിത് യൂസ് ചെയ്യാനായിട്ട് പറ്റില്ല. ഇത് ഞാൻ എൻ്റെ കേക്കിന് 1.5 ടീസ്പൂണാണ് യൂസ് ചെയ്യുന്നത്. ഈ കാണുന്നതാണ് ബേക്കിംഗ് സോഡ. പണ്ടുള്ളവർ ഇതിന് അപ്പക്കാരം എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ ഇത് നമ്മൾ കേക്കിൽ ചേർക്കും. പക്ഷേ കൂടുതലായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കേക്കിന് ഒരു സോപ്പിൻ്റെ സ്മെല്ല് വരും. നമുക്കൊരു 1/2 ടീസ്പൂണോളം മാത്രമേ ഇതിൻ്റെ ആവശ്യം കേക്കിൽ വരുന്നുള്ളൂ. പിന്നെ ഈ കാണുന്നതാണ് കോൺഫ്ലോർ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് യൂസ് ചെയ്യുന്നത്. ഞാൻ കൂടുതലും ബേക്കേഴ്സിൻ്റെ കോൺഫ്ലോർ തന്നെയാണ് കേട്ടോ യൂസ് ചെയ്യാറുള്ളത്. ഇത് തികച്ചും ഓപ്ഷണൽ ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ്. നിങ്ങളുടെ കയ്യിലില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒഴിവാക്കാവുന്നതേ ഉള്ളൂ. ഇനി കാണുന്നതാണ് കൊക്കോ പൗഡർ. ചോക്ലേറ്റ് സ്പഞ്ച് കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് യൂസ് ചെയ്യാറുള്ളത്. കൊക്കോ പൗഡർ 2 തരത്തിലാണ് വരുന്നത്, ഡാർക്ക് കൊക്കോ പൗഡറും ലൈറ്റ് കൊക്കോ പൗഡറും. നമ്മൾ കേക്കിൽ കൂടുതലും ഡാർക്ക് കൊക്കോ പൗഡറാണ് യൂസ് ചെയ്യേണ്ടത്. അതാകുമ്പോൾ നമ്മുടെ കേക്കിന് നല്ല ഡാർക്ക് കളർ കിട്ടും, നമ്മുടെ സ്പോഞ്ച് കേക്കിന്. ഇനി അഥവാ നിങ്ങളുടെ കയ്യിൽ ഡാർക്ക് കൊക്കോ പൗഡർ അല്ല ലൈറ്റാണ് ഉള്ളതെന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇത്രയാണ് കേട്ടോ നമുക്ക് കേക്ക് ഉണ്ടാക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ്. ഈ കാണുന്നത് വാനില എസെൻസ് ആണ്. ഇത് നമ്മുടെ കേക്കിനൊക്കെ ഫ്ലേവർ കൊടുക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒന്നാണ്. ഇപ്പോൾ നിങ്ങൾ ബേക്കിംഗ് തുടങ്ങിയിട്ടേ ഉള്ളൂ, നിങ്ങളൊരു ബിഗിനറാണ് എന്നുണ്ടെങ്കിൽ ഇതേപോലത്തെ ചെറിയ കുപ്പിയാണ് എപ്പോഴും നല്ലത്. ഇനി അഥവാ നിങ്ങൾക്ക് കുറച്ച് ഓർഡറൊക്കെ വന്ന് നിങ്ങൾക്ക് വലിയ ഹോം ബേക്കർ ആവുകയാണ് എന്നുണ്ടെങ്കിൽ ഇതേപോലുള്ള വലിയ കുപ്പിയിലുള്ളതാണ് എപ്പോഴും നല്ലത്. ഇതിനിപ്പോൾ 296 റേറ്റ് വരുന്നത്. അപ്പോൾ ഇതേപോലുള്ള കുപ്പിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചധികം ഓർഡറൊക്കെ വരുമ്പോൾ ടെൻഷൻ ഉണ്ടാവില്ല, ഇത് കഴിയുമോ എന്നുള്ള ടെൻഷൻ ഉണ്ടാവില്ല. ഈ കാണുന്നതും എസെൻസുകൾ തന്നെയാണ് കേട്ടോ. കോവ ഫ്ലേവർ, പൈനാപ്പിൾ ഫ്ലേവർ, റാസ്ബെറി ഫ്ലേവർ, പിന്നെ ഇതുപോലത്തെ ഒരുപാട് ഫ്ലേവറുകൾ എൻ്റെ കയ്യിലുണ്ട്. ഇപ്പോൾ നമ്മുടെ കസ്റ്റമർ ഏത് ഫ്ലേവറാണ് പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ വാനില സ്പഞ്ച് ഉണ്ടാക്കുമ്പോൾ അതിൽ 1 ടീസ്പൂൺ ഈ ഒരു ഫ്ലേവറിങ് ഏജൻറ്റ് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ടേസ്റ്റിലുള്ള ആ ഒരു ഫ്ലേവറിലുള്ള കേക്ക് റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും.
അടുത്തതായിട്ട് കാണിക്കുന്നത് ക്രഷാണ്. ഇതിപ്പോൾ ഞാൻ കാണിക്കുന്നത് കിവിയുടെ ക്രഷാണ്. ഇതുപോലെ പൈനാപ്പിളിൻ്റെ, ബ്ലൂബെറി, ബ്ലാക്ക്ബെറി, സ്ട്രോബെറി അങ്ങനെ ഏത് ഫ്രൂട്ടിൻ്റെ വേണമെങ്കിലും ക്രഷ് നമുക്ക് കിട്ടും. അപ്പോൾ ഇതെങ്ങനെയാണ് യൂസ് ചെയ്യുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒന്നുമില്ലെങ്കിൽ നമ്മൾ ബാറ്റർ റെഡിയാക്കുമ്പോൾ അതിലോട്ടൊരൽപ്പം ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ഫ്ലേവറിലുള്ള സ്പഞ്ച് കിട്ടും. അതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ വാനില സ്പഞ്ച് റെഡിയാക്കിയിട്ട് പിന്നെ കേക്ക് നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് ഓരോ ലെയറിൻ്റെയും ഇടയിലായിട്ട് ഇത് ഒഴിച്ചിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇതിപ്പോൾ എൻ്റെ കയ്യിലുള്ളത് ടെൻഡർ കോക്കനട്ടിൻ്റെയും കിവിയുടെയും ക്രഷാണ് കേട്ടോ. നമ്മളിൽ ചിലർക്കെങ്കിലും ഉള്ളൊരു തെറ്റിദ്ധാരണയാണ് ഐസിങ് ഷുഗറാണ് പഞ്ചസാര പൊടിച്ചതെന്നുള്ളത്. പക്ഷേ അങ്ങനെയല്ല, പഞ്ചസാര പൊടിച്ചതും ഐസിങ് ഷുഗറും രണ്ടും രണ്ടാണ്. ഐസിങ് ഷുഗർ ഞാൻ യൂസ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ചില ടൈമിൽ നമ്മൾ ക്രീം വാങ്ങുമ്പോൾ ഒട്ടും മധുരം ഉണ്ടാവില്ല. അപ്പോൾ ക്രീമിൽ മധുരം കൂട്ടാൻ വേണ്ടിയിട്ടും പിന്നെ ഫോണ്ടൻറ്റ് ഭയങ്കര ഹാർഡായിട്ടുള്ള ഫോണ്ടൻ്റാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൂസാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടുമാണ്. നമ്മളുണ്ടാക്കുന്ന കേക്കിന് എപ്പോഴും ഭംഗി കൊടുക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഒന്നാണ് കളറ്. അപ്പോൾ കളറ് വാങ്ങുമ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാരണം പൊതുവേ എല്ലാവരും പറയുന്നൊരു കാര്യമാണ് കളറ് വിഷമാണ്, നല്ലതല്ല എന്നുള്ളത്. സംഭവം സത്യം തന്നെയാണ്. അപ്പോൾ നമ്മൾ വാങ്ങുമ്പോൾ നല്ല ക്വാളിറ്റിയുള്ള കളറ് വാങ്ങാനായിട്ട് ശ്രദ്ധിക്കുക. നമ്മൾ കളർ വാങ്ങുമ്പോൾ എപ്പോഴും ജെൽ കളർ വാങ്ങാനായിട്ട് ശ്രദ്ധിക്കണം. ഇപ്പോൾ എൻ്റെ കയ്യിലിപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഷെഫ് മാസ്റ്ററിൻ്റെ ജെൽ കളറാണ്. അപ്പോൾ അതിന് നമ്മൾ നോർമൽ വാങ്ങുന്ന വാട്ടർ കണ്ടൻറ്റുള്ള കളറിനെക്കാട്ടിലും റേറ്റ് കൂടുതലായിരിക്കും. ഇപ്പോൾ ഈ ഒരു വിരലിൻ്റെ അത്ര ഉള്ളൊരു കുപ്പിക്ക് തന്നെ 170 റുപ്പീസാണ്. പക്ഷേ എന്നിരുന്നാലും നമ്മളൊരാൾക്ക് നമ്മൾ കേക്ക് ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അത് ഒരു പക്ഷേ കുട്ടികളും കൂടെ കഴിക്കുന്നതായിരിക്കും. ഒരു പക്ഷേ നല്ല കുട്ടികളായിരിക്കും കൂടുതൽ കഴിക്കുക. അപ്പോൾ എന്തായാലും നമ്മൾ നല്ല കളറുകൾ, നല്ല ക്വാളിറ്റി കളറുകൾ മാത്രം സെലക്ട് ചെയ്യുക, പ്രത്യേകിച്ചും സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് കേക്ക് ഉണ്ടാക്കുമ്പോൾ. പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ളൊരു ബ്രാൻഡാണ് ഷുഗറിൻ. ഇത് രണ്ടും എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടുള്ള, ഷെഫ് മാസ്റ്ററും ഷുഗറിനും രണ്ടും എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടുള്ള ബ്രാൻഡുകളാണ്. പിന്നെ ഞാൻ വാങ്ങിയിട്ടുള്ള 2 ബ്രാൻഡുകൾ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് എനിക്ക് ഇക്ക കൊടുത്തയച്ചിട്ടുള്ളതാണ്. വിൽട്ടൺ ഷോപ്പിൽ നിന്ന് വാങ്ങി കൊടുത്തയച്ചിട്ടുള്ളതാണ്, ഖത്തറിൽ നിന്ന്. ഇത് 15 റിയാലാണ് ഇതിൻ്റെ ഒരു റേറ്റ് എന്ന് പറയുന്നത്. പിന്നെ അടുത്തത് രണ്ടുമാണ് ഞാൻ നേരത്തെ പറയാൻ വന്നത്. ഇത് ലോക്ക്ഡൗൺ പ്രമാണിച്ച് ഷെഫ് മാസ്റ്ററും ഷുഗറിനൊന്നും നമുക്ക് കിട്ടുന്നില്ല. അപ്പോൾ ആ ഒരു ടൈമിൽ ഞാൻ വാങ്ങിയിട്ടുള്ളതാണ് കളർ മാജിക്കും പിന്നെന്താ നന്ദി ഈ ഒരു 2 കളറും. ഇത് സത്യത്തിൽ ഞാൻ വല്ലാതെ അങ്ങ് യൂസ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് എനിക്ക് കൃത്യമായിട്ടൊരു അഭിപ്രായം പറയാനായിട്ട് അറിയില്ല. ഇതാണ് ലിക്വിഡ് ഫുഡ് കളർ. ഇത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, റേറ്റ് കുറവിന് കിട്ടുന്ന ഫുഡ് കളർ. ആ സംഭവമാണ് ഈ സംഭവം. ഇതിന് വെറും 1 റിയാൽ, ഒരു ഖത്തർ റിയാലാണ് ഇതിൻ്റെ റേറ്റ്. ഞാൻ നേരത്തെ ഇതിനേലും ചെറിയൊരു കുപ്പി കാണിച്ചു തന്നതിന് റേറ്റ് 15 റിയാലായിരുന്നു. അപ്പോൾ തന്നെ നിങ്ങൾക്ക് ഈ ഒരു ക്വാളിറ്റിയുടെ വ്യത്യാസം മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അല്ലേ. പിന്നെ ഈ കാണുന്നതും ലിക്വിഡ് ഫുഡ് കളർ തന്നെയാണ്, കളർ മിസ്റ്റിൻ്റെ. ഇത് വെറും 100 രൂപയ്ക്കാണ് ഇത്രയും വലിയൊരു കുപ്പി എനിക്ക് കിട്ടിയത്. അപ്പോൾ ഇതും പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, നമ്മൾക്ക് നല്ല അടിപൊളി കളർ കിട്ടും. പക്ഷേ നമ്മുടെ ഹെൽത്തിന് ഒട്ടും നല്ലതല്ല. ഇത് യൂസ് ചെയ്തിട്ട് നമ്മൾ ക്രീം ബീറ്റ് ചെയ്തിട്ട് ആ ക്രീം നമ്മളെ കയ്യിലായിട്ടുണ്ടെങ്കിൽ ആ കളർ പോകണമെന്നുണ്ടെങ്കിൽ തന്നെ കുറേ ടൈം പിടിക്കും. പക്ഷേ ജെൽ കളറിന് അങ്ങനെ ഒരു പ്രശ്നം വരുന്നില്ല. നമ്മൾ ക്രീമിൽ മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും നമ്മളെ മേത്ത് ആ ഒരു ക്രീം ആയിട്ടുണ്ടെങ്കിൽ ഒട്ടും ആ ഒരു കളർ നമ്മളെ ശരീരത്തിൽ ഒട്ടിപ്പിടിക്കുകയൊന്നും ആവുന്നില്ല. എന്നിരുന്നാലും ഞാൻ ജെൽ കളർ നല്ലതാണ് എന്നല്ല കേട്ടോ പറയുന്നത്. കളറുകളൊക്കെ നമ്മളെ ശരീരത്തിന് കേട് തന്നെയാണ്. ഈ കാണുന്നതാണ് ചോക്ലേറ്റ് കോമ്പൗണ്ട് 3 തരത്തിലുണ്ട്. ഡാർക്ക് കോമ്പൗണ്ട്, വൈറ്റ് കോമ്പൗണ്ട്, മിൽക്ക് കോമ്പൗണ്ട്. ഈ ഡാർക്ക് കോമ്പൗണ്ടും വൈറ്റ് കോമ്പൗണ്ടും നമ്മൾ കൂടുതൽ കണ്ടിട്ടുള്ളത് വൈറ്റ് ഫോറസ്റ്റിലും ബ്ലാക്ക് ഫോറസ്റ്റിലും ഒക്കെയാണ് അല്ലേ. അതുകൂടാതെ നമുക്ക് ഈ ഒരു കോമ്പൗണ്ട് വെച്ചിട്ട് ഗനാഷെ ഉണ്ടാക്കാൻ പറ്റും. ഈ ഗനാഷെ വെച്ചിട്ട് നമുക്ക് കേക്ക് ഫ്രോസ്റ്റ് ചെയ്യാനും പിന്നെ കേക്ക് നല്ല ഭംഗിയാക്കാനും ഒക്കെ പറ്റും. അതൊക്കെ ഇൻഷാ അല്ലാഹ് ഞാൻ പിന്നെ പഠിപ്പിച്ചു തരാം കേട്ടോ. സാധാരണ ഞാൻ യൂസ് ചെയ്യാറുള്ളത്
മോഡിൻ്റെ ചോക്ലേറ്റ് കോമ്പൗണ്ടുകളാണ്. അത് കിട്ടാത്തപ്പോൾ മാത്രമേ വേറെയുള്ള വേറെയുള്ള ബ്രാൻഡുകളിൽ നോക്കാറുള്ളൂ. ഇപ്പോൾ ലോക്ക്ഡൗൺ പ്രമാണിച്ച് നമുക്ക് ഉദ്ദേശിച്ച ബ്രാൻഡുകളൊന്നും കിട്ടുന്നില്ല. അതിപ്പോൾ ഏതിലായാലും ചോക്ലേറ്റ് ആയാലും കളറായാലും ഒന്നും നമുക്ക് കിട്ടാനായിട്ടൊരു രക്ഷയുമില്ല. അപ്പോൾ അതുകൊണ്ടാണ് വേറെ ബ്രാൻഡുകളിലൊക്കെ ഇപ്പോൾ യൂസ് ചെയ്ത് നോക്കുന്നത്. മോഡാണ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ എപ്പോഴും നമ്മൾ കോമ്പൗണ്ട് വാങ്ങുമ്പോൾ നല്ലത്. മെല്ലോയും കുഴപ്പമില്ല, മെല്ലോ ഞാൻ വാങ്ങാറുണ്ട്. പക്ഷെ മോഡ് ആണ് എനിക്ക് കുറച്ചും കൂടെ നല്ലതായി തോന്നിയത്. അടുത്തത് കാണിക്കുന്നത് ഓയിലാണ്. ഓയിലിൻ്റെ കാര്യത്തിൽ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. സൺഫ്ലവർ ഓയിൽ സെലക്ട് ചെയ്യുക, വേറെ കോക്കനട്ട് ഓയിൽ പോലത്തെ ഓയിലുകളൊന്നും എടുക്കാതിരിക്കുക. ഒട്ടുമിക്ക ആൾക്കാരുടെയും ഒരു പ്രശ്നമാണ് ക്രീം നന്നായിട്ട് സ്റ്റിഫായി വരുന്നില്ല എന്നുള്ളത്. അല്ലാന്നുണ്ടെങ്കിൽ ക്രീം ബീറ്റ് ചെയ്ത് പിരിഞ്ഞു പോകുന്നു എന്നുള്ളത്. അപ്പോൾ നമ്മൾ ക്രീം സെലക്ട് ചെയ്യുമ്പോൾ എപ്പോഴും നല്ല ബ്രാൻഡ് നോക്കി സെലക്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക. നല്ല ബ്രാൻഡ് മീൻസ് ഈ ഫിയോണ, വിവോ തുടങ്ങിയത്. ഫിയോണ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടുള്ളൊരു ബ്രാൻഡാണ്. തുടക്കക്കാർക്കൊക്കെ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു ബ്രാൻഡാണ്. പിന്നെ റേറ്റ് വൈസും കുഴപ്പമില്ല. 175 റേറ്റ് മാത്രമേ വരുന്നുള്ളൂ. ചില സ്ഥലങ്ങളിലൊക്കെ അതിനെക്കാട്ടിലും കുറവിന് 130 കിട്ടുന്നുണ്ട്. പിന്നെ വിവോയും കുഴപ്പമൊന്നുമില്ല. എന്നിരുന്നാലും ഫിയോണയുടെ അത്രക്കും വരില്ല, കുറച്ചും കൂടെ ടൈം പിടിക്കും. ചില ടൈമിൽ വിവോയ്ക്ക് ഒരു കുട്ടിക്കളി കൂടുതലാണ്. ചില ടൈമിൽ നല്ല സ്റ്റിഫായി വന്നിട്ട് കുറച്ച് കഴിയുമ്പോൾ തൊട്ട് ഇങ്ങനെ അലിഞ്ഞു തുടങ്ങും. അതുകൊണ്ട് എനിക്ക് സത്യം പറഞ്ഞാൽ ചില ടൈമിൽ വിവോ വാങ്ങുമ്പോൾ നല്ല പേടിയാണ്. ഇത് രണ്ടും കൂടാതെ വരുന്ന മറ്റൊരു ക്രീമാണ് സൺറിച്ച് നല്ല ടേസ്റ്റുള്ള ക്രീമാണ്. പക്ഷേ അത് ക്രീം ബീറ്റായി വരാനായിട്ട് കുറച്ച് ടൈം പിടിക്കും. അതായത് കുറച്ചും കൂടെ അറിയുന്ന ആൾക്കാർക്കാണ് റിച്ച് കുറച്ച് നല്ലതായിട്ടുള്ളത്. തുടക്കക്കാരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഫിയോണയാണ് ഞാൻ സജസ്റ്റ് ചെയ്യുള്ളൂ. ഇനി നമുക്ക് കുറച്ച് ഡെക്കറേറ്റീവ് ഇൻഗ്രീഡിയൻസ് പരിചയപ്പെടാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ കാണിക്കുന്നത് ഷുഗർ പേസ്റ്റാണ്. ഷുഗർ പേസ്റ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത് കേക്കിൻ്റെ മുകളിൽ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും പിന്നെ അതുപോലെ ഫോണ്ടൻറ്റ് കേക്ക് ഉണ്ടാക്കാനും ഒക്കെയാണ്. ഫോണ്ടൻറ്റ്, ഷുഗർ പേസ്റ്റ് ഇതിനൊക്കെ പറ്റിയിട്ട് നമുക്ക് പിന്നെ ഒരു ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് പറയാം കേട്ടോ. ഈ കാണുന്നതെല്ലാം ഞാൻ കേക്ക് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഐറ്റംസാണ് കേട്ടോ. ഇത് ബ്ലാക്ക് വെർമിസെല്ലിയാണ്. ഞാൻ തുറന്ന് കാണിച്ചു തരാം. ഇതുപോലെ ഇരിക്കും. ഇത് നമുക്ക് ബ്ലാക്ക് ഫോറസ്റ്റിന് യൂസ് ചെയ്യാം. അതല്ലെങ്കിൽ ചോക്ലേറ്റ് കേക്കിനൊക്കെ ഒരു ഭംഗി കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ നമുക്കിത് യൂസ് ചെയ്യാം. അടുത്തത് ഷുഗർ ബോൾസ് ആണ്. ഇതിപ്പോൾ സിൽവർ കളർ ഷുഗർ ബോൾസ് ആണുള്ളത്. ഇതിൻ്റെ തന്നെ നമുക്ക് എല്ലാ സൈസിലും കിട്ടും കേട്ടോ. വലുത് ചെറുത് അങ്ങനെ കിട്ടും. പിന്നെ ഇതിൻ്റെ തന്നെ ഗോൾഡൻ കളറും നമുക്ക് ഷോപ്പിൽ വാങ്ങാൻ കിട്ടും. പിന്നെ അടുത്തതായിട്ടുള്ളത് സ്പ്രിങ്കിൾസ് ആണ്. ഇത് കളർ സ്പ്രിങ്കിൾസ് ആണ്. എല്ലാ കളറും കൂടെ കൂടിയിട്ടുള്ളതാണ് കേട്ടോ. ഇത് 100 രൂപയ്ക്ക് എനിക്ക് ഒരു വലിയ പാക്കറ്റ് കിട്ടിയത്. പിന്നെ ഇത് തന്നെ സ്പ്രിങ്കിൾസിൻ്റെ തന്നെ ഒറ്റ കളർ വരുന്നതാണ്. ഇങ്ങനെ നമുക്ക് പല കളറിലും വാങ്ങാനായിട്ട് കിട്ടും. പിന്നെ ഇത് ഞാൻ ആദ്യം കാണിച്ചത് തന്നെ വെർമിസെല്ലി തന്നെ റോസ് കളറിലുള്ളത്. പിന്നെ ഇത് ഇത്തിരി കൂടെ റേറ്റ് കൂടിയിട്ടുള്ള കേക്ക് ഡെക്കറാണ് കേട്ടോ. പിന്നെ ഈ കാണുന്നത് ചോക്കോ ചിപ്സ് ആണ്. ഇത് നമുക്ക് കുക്കീസിലും യൂസ് ചെയ്യാം, അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഡെക്കറേഷന് വേണ്ടിയിട്ടും യൂസ് ചെയ്യാം. അപ്പോൾ ഇത്രയുമാണ് നമ്മൾക്കൊരു കേക്ക് ഉണ്ടാക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ്. ഒരുവിധം എല്ലാ ഐറ്റംസും ഞാനിതിൽ കവർ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഡൗട്ടോ കാര്യങ്ങളോ വരികയാണ് എന്നുണ്ടെങ്കിൽ ഈ വീഡിയോൻ്റെ താഴെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി, ഞാനത് തീർത്ത് തരാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ബേക്കിംഗ് ക്ലാസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. ഇനിയുള്ള ക്ലാസ്സുകൾ കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. പിന്നെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് ലൈക്കും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. നമുക്കപ്പോൾ അടുത്ത എപ്പിസോഡിൽ കാണാം. താങ്ക്